ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ് ജയശ്രീ ഗോവിന്ദൻ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് ശേഷം നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്തൊക്കെയാണെന്നും നോക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മുതിർന്ന് വിവാഹം കഴിക്കുമ്പോൾ, അതുപോലെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ, പിന്നെ അവരുടെ റിട്ടയർമെന്റ്, ഇനി ഒരു വെല്ലുവിളി എന്ന രീതിയിൽ ചിലപ്പോൾ ഡൈവേഴ്സും ആകാം. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ വേണ്ട അപ്ഡേഷൻ നടത്തിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഉള്ള ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ കുടുംബത്തിൽ ആർക്ക് കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ നോമിനേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരാൾ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് അയാൾക്ക് നിലവിലുള്ള പോളിസികളിൽ ചിലപ്പോൾ നോമിനേഷൻ എന്ന് പറയുന്ന അവരുടെ പാരൻസിനെ ആയിരിക്കാം വച്ചിരിക്കുന്നത്. ഇപ്പോൾ വിവാഹം കഴിക്കുന്നതോടുകൂടി മറ്റൊരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും വിവാഹം കഴിക്കുന്നതോടുകൂടി അവരുടെ പോളിസിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്, നോമിനേഷനൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികൾ ജനിക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ മാറുകയാണ് അല്ലേ. ഓരോ ജീവിത ഘട്ടങ്ങളിലും ഓരോ പ്രധാന സംഭവങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ മാറുകയാണ്. ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അതുപോലെയല്ല, ഒരു വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവിടെ പുതിയൊരു പാർട്ട്ണർ കൂടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവരുടെ സുരക്ഷിതത്വം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പോളിസി അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ ജീവിത ചെലവുകൾ, അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ട അപ്ഡേഷൻ നടത്തണം. നമ്മുടെ പോളിസിയിൽ അപ്ഡേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പോളിസി ഇതിനൊന്നും മതിയാവുന്നതായിരിക്കില്ല. അപ്പോൾ പുതിയ പോളിസികൾ എടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. പിന്നെ റിട്ടയർമെന്റ് ലൈഫിലും നമ്മൾക്ക് വരാൻ പോകുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് റിട്ടയർമെന്റ് ലൈഫ് എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള പോളിസികൾ നമ്മൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് കൂടെ റിട്ടയർമെന്റ് ഉണ്ടാവും അല്ലേ. ഇപ്പം ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ല റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓടിച്ചാടി നടക്കുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് പ്രായമാകുന്ന ഒരു കാലഘട്ടം, അതായത് വരുമാനമില്ലാതെ ആകുന്ന, നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം വരുന്നുണ്ട്, പ്രായാധിക്യം ഒക്കെ വന്നിട്ട്. അപ്പം ആ ഒരു ടൈമിനെയാണ് നമ്മൾ സാധാരണ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാത്രമല്ല നമ്മുടെ ലൈഫ് പാർട്ട്ണർക്കും ഈ പറഞ്ഞ റിട്ടയർമെന്റ് ജീവിതം ഉണ്ട്. അപ്പം അവർക്ക് വേണ്ട ഒരു തുക കൂടെ നമ്മൾ സംഭരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ പ്ലാനുകൾ അതനുസരിച്ച് മാറ്റണം. കൂടുതൽ പ്ലാനുകൾ എടുക്കണമെങ്കിൽ അത് ചെയ്യണം. ഉള്ള പ്ലാനുകൾ നമുക്ക് കൂടുതൽ കവറേജ് നേടേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ പല വെല്ലുവിളികളും വരാറുണ്ട്. അതുപോലെയുള്ള ഒരു വെല്ലുവിളിയാണ് ഡൈവോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇന്നത്തെ കാലത്ത് അത് അധികമാണ്. അതിനൊക്കെ ഒന്നും കടക്കുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഡൈവോഴ്സ് എന്ന രീതിയിൽ ഒരു വെല്ലുവിളി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ അതിനുള്ള അപ്ഡേഷൻ നടത്തിയിരിക്കണം. കാരണം നമ്മൾ നമ്മുടെ എക്സ് പാർട്ട്ണറെ ആയിരിക്കാം നോമിനേഷനായിട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡൈവോഴ്സ് വരുന്നതോടുകൂടി അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ആരാണോ വേണ്ടപ്പെട്ടവർ അവരുടെ പേരിലേക്ക് ആ നോമിനേഷൻ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ ബെനിഫിറ്റുകളൊന്നും നമ്മളില്ലാതെ ആവുമ്പോൾ അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രധാന സംഭവങ്ങളിലും നമ്മൾ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എപ്പോഴും റെഡിയാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.